ബാലചന്ദ്രൻ സാർ, നമസ്കാരം. മാത്രമല്ല കവിയും കഥാകാരനും നിങ്ങളില്ലാതെ എന്തോന്ന് പൂരം. ഞങ്ങൾ നന്ദകിഷോരോട് വന്നപ്പോഴേ ഞങ്ങൾ പൂരത്തിന്റെ ഫിലോസഫി മനസ്സിലാക്കുകയായിരുന്നു. ബാലേന്ദ്രൻ ചുള്ളിക്കാടും പി ബാലേന്ദ്രനും അതെ ഓക്കെയാണ്. ബാലചന്ദ്രൻ എന്ന പേരെന്ന് വെച്ചാലും അദ്ദേഹം പൂർണ്ണയന്ത്രനാണ്. അതെ, രാവിലെ സന്തോഷമല്ലോ. പക്ഷേ നന്ദകിഷോറിൽ ഒരു കുഞ്ചൻ നമ്പ്യാരുണ്ട്. കുഞ്ചൻ നമ്പ്യാർ മാത്രം ഞങ്ങളിങ്ങനെ ചിരിച്ചു മറിയായിരുന്നു. പൂര വിശേഷങ്ങൾക്കൊപ്പം പൂരത്തിന്റെ ഫിലോസഫി അതാണ് പറഞ്ഞത്. പടഹാദി എന്ന് പറയുന്ന ഒരു ഫിലോസഫി ഈ നമ്മൾ ജനകീയമാക്കി. ഇതൊരു ജനകീയോത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തെച്ചിക്കോട്ടുകാർ രാമചന്ദ്രൻ വരുന്നു. ഇനിയിപ്പോ അടുത്ത കാഴ്ച ഏതാണ്? ഈ ഇത്രയും കാലമായിട്ട് പൂരം കാണുന്നതിൽ ശ്രീ ബാലചന്ദ്രൻ ഏറ്റവും കൗതുകമുള്ള കാഴ്ച ഏതാ? എനിക്ക് ഏറ്റവും കൗതുകമുള്ള കാഴ്ച ഈ പൂരം ഭിന്നശേഷിക്കാരെയും സ്ത്രീകളെയും മറ്റു പൂരങ്ങളിൽ നിന്ന് വിഭിന്നമായി ഉൾക്കൊള്ളുന്നു. അവർക്ക് കൂടി അലിഞ്ഞു ചേരാനും അവർക്ക് കൂടി ആസ്വദിക്കാനും കഴിയുന്ന വിധത്തിലാണ് തൃശ്ശൂർ പൂരം സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇത്തവണ ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ശക്തൻ തമ്പുരാൻ തന്റെ സംവിധാന വൈഭവം കൊണ്ട് ലോകത്തിന്റെ മുന്നിൽ ശ്രദ്ധ നേടിത്തന്നതാണ് തൃശ്ശൂർ ആറാട്ടുപുഴ പൂരത്തിന് വെല്ലുവിളിയായിട്ട് കൊണ്ടുവന്നതാണ്. ആറാട്ടുപുഴ പൂരം ഒരു തവണ മറ്റ് ഘടകപൂരങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ ഒരു 99-100 വർഷങ്ങൾക്ക് മുമ്പ് അവരെ എല്ലാം ഉൾച്ചേർത്തുകൊണ്ടൊരു പൂരം സംവിധാനം ചെയ്തതാണ് ശക്തൻ തമ്പുരാൻ. അത് ആ സമയനിഷ്ഠയോടെ തന്നെ 2024 വരെ തുടർന്നു പോരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ വടക്കുനാഥൻ മൂകസാക്ഷിയായി ഈ പൂരത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും എല്ലാ ഉൾത്തുടിപ്പുകളും ആസ്വദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പൂരം നടത്തുന്നത് അല്ലെങ്കിൽ പൂരത്തിൽ ഉൾച്ചേരുന്നത് ഘടകപൂരങ്ങളും അതുപോലെ തന്നെ പാർമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുമാണ്. വടക്കുനാഥനാണ് സാക്ഷി. അതാണ് ഇത് വലിയ കൗതുകരമായ കാര്യം. ഇന്നിപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ പൂരം കൂടി ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ കാണുമല്ലോ. ഇല്ല, ഞങ്ങൾ തൃശ്ശൂരുകാർക്ക് തൃശ്ശൂർ പൂരത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയം ഇല്ല. ഒരു സെക്യുലർ അതുപോലെ തന്നെ മതേതര പൂരം. അതുപോലെ രാഷ്ട്രീയം ഇപ്പോ ഞങ്ങൾക്ക് ഈ പൂരപ്പറമ്പിൽ നിൽക്കുമ്പോൾ ഇല്ല. കൊടികളുടെ വർണ്ണവ്യത്യാസങ്ങളില്ല. ഞങ്ങൾ ഒന്നായി ചേർന്നുകൊണ്ടാണ് ഈ പൂരത്തിൽ നിൽക്കുന്നത്.